ഇന്ന് നമുക്ക് കുട്ടീസിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. ഇന്ത്യൻ ദേശി ഫ്രഞ്ച് ഫ്രൈസ് എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ഇന്ത്യൻ ദേശി ഫ്രൈസ് എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം. അപ്പം 4 മീഡിയം സൈസ്ഡുള്ള പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതുപോലെ സ്കിന്നെല്ലാം പീൽ ഔട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് കഴുകി ഇതേ റൗണ്ട് ഈ ഷേപ്പിൽ മെയിൻറ്റെയിൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. വെറും തിൻ സ്ലൈസസ് ആവാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് സ്ക്വയർ ഷേപ്പ് കിട്ടണമെങ്കിൽ വെറും തിന്നായിട്ട് കിട്ടിയ കാര്യം ഉണ്ടാവത്തില്ല. അതുമാത്രമല്ല വേവിക്കുകയൊക്കെ ചെയ്യുമ്പം വേറെ ഷേപ്പായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദാസ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നേരെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഐഡിയൽ ഷേപ്പ്, ആ ഒരു ഐഡിയൽ ഷേപ്പിൽ കിട്ടും. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിൽ എന്താ ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ 4 പൊട്ടറ്റോ എടുത്തതിപ്പം നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം, ഇനി ഒരു 5 to 10 മിനിറ്റ്സ് നല്ല ഐസ് വാട്ടറിൽ, അതായത് ഐസ് ക്യൂബ് ഇട്ട് വെച്ച വെള്ളത്തിലേക്ക്, തണുത്ത വെള്ളത്തിലേക്ക് സോക്ക് ചെയ്യാൻ വെക്കണം, കുതിർത്ത് വെക്കണം. അതൊരു 5-10 മിനിറ്റ് വെച്ചാൽ മതി എന്ന് പറയാൻ കാരണം നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ് ഇങ്ങനെ ചെയ്യുമ്പം പൊട്ടറ്റോ ഫ്രൈസ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസിന് കിട്ടും. എന്നിട്ട് നമ്മൾ ഉപ്പും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മൾ ആ തണുക്കാൻ വെച്ച ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പൊട്ടറ്റോസ് എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് തിളയ്ക്കാൻ വെക്കണം. തിള വരുന്നത് വരെ ഒന്ന് വേവിച്ചാൽ മതി. കാരണം പൊട്ടറ്റോയുടെ ആ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വെന്തുടഞ്ഞു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അബദ്ധം പറ്റാതെ സൂക്ഷിക്കുക. തിള വരുമ്പം തന്നെ ഡ്രെയിൻ ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കുക. ആ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ച് അതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് തോർന്നതിന് ശേഷം മാത്രം നമ്മൾ എണ്ണ പാനിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഷാലോ ഫ്രൈ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്ത് തന്നെ മാറ്റണം. എന്നിട്ട് പിന്നെയും നമ്മൾ എടുത്തിട്ട് സെയിം സാധനം തന്നെ ഒന്നുകൂടെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആ ഒരു രീതിയിൽ കിട്ടുക. നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ കാത്തിരുന്നാൽ കുറച്ചൊന്ന് മുരിഞ്ഞു പോകും. എൻ്റെ ഒന്നും ചെറുതായിട്ട് മുരിഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ ഇത്രയും ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ കാത്തിരുന്നു. പക്ഷേ ടേസ്റ്റ് പക്ക സെയിം തന്നെ ആയിരിക്കും. കാണുമ്പോൾ ഒരു പ്രസൻറ്റബിലിറ്റി മറ്റേ നമ്മൾ KFC എന്നൊക്കെ കിട്ടുന്ന പോലെ ഒന്നും കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ കാത്തിരിക്കാതെ കുറച്ചൊന്ന് മൂത്തെന്ന് തോന്നുമ്പോൾ എടുക്കുക. അപ്പം ഞാൻ ഈ എടുത്ത ഒരു പരുവത്തിൽ രണ്ടാമത് ഫ്രൈ ചെയ്തപ്പോൾ എന്താ ഈ ഒരു ഷെയ്ഡായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചാട്ട് മസാല ആഡ് ചെയ്യാം. ചാട്ട് മസാല കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല. അതിന് പകരം നിങ്ങൾക്ക് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സപ്പ് ചെയ്തെടുത്താൽ മതിയാവും. അല്ലാത്ത വലിയവർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാട്ട് മസാല ആഡ് ചെയ്യാം. വേണമെങ്കിൽ ചീസ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചീസി എഫക്റ്റൊക്കെ കിട്ടേണ്ടത്. ചീസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ഡേസി ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.